രാവിലെ പത്രമിടാൻ വന്ന പയ്യനാണ് ആ കാഴ്ച കണ്ടത്. മേലേടത്തെ മത്തായി മാപ്പിളയും ഭാര്യ സാറാമ്മച്ചിയും അവരുടെ വീടിൻ്റെ മുറ്റത്ത് മരിച്ചു കിടക്കുന്നു. ആ പയ്യൻ ആ വിവരം ആ നാട്ടുകാരെ മൊത്തം അറിയിച്ചു. കേട്ടവർ അവിടേക്ക് ഓടി വന്നു. കണ്ടവർക്കാർക്കും അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം മത്തായി മാപ്പിളയെക്കുറിച്ച് ആ നാട്ടുകാർക്ക് നല്ലത് മാത്രമേ പറയുവാനുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? മത്തായി മാപ്പിളയും സാറാമ്മച്ചിയും നല്ല അധ്വാനികളായിരുന്നു. അവർക്ക് 3 മക്കളുണ്ട്, 2 പെണ്ണും ഒരാണും. പെൺമക്കളെ 2 പേരെയും അവർ വിവാഹം കഴിപ്പിച്ച് വിട്ടു. ഇളയ മകൻ ജോസുകുട്ടി, അവൻ പഠനമൊക്കെ കഴിഞ്ഞ് ഇലക്ട്രീഷ്യൻ പഠിച്ചു. ഇപ്പോൾ അവൻ നാട്ടിൽ ഇലക്ട്രീഷ്യൻ്റെ പണിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസുകുട്ടിക്ക് ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ഒരു ചാൻസ് വന്നത്. പക്ഷേ പോകണമെങ്കിൽ വിസയ്ക്ക് പൈസ കൊടുക്കുവാൻ മത്തായി മാപ്പിളയുടെ കയ്യിൽ വശം ഒന്നുമില്ല. അപ്പം അദ്ദേഹം തീരുമാനിച്ചു, ആകെപ്പാടെ ഉള്ളത് 15 സെൻറ്റ് സ്ഥലവും ഒരു കുഞ്ഞു വീടുമാണ്. ആ വസ്തു കൊടുക്കാം, മകൻ ഗൾഫിൽ പോട്ടെ, ഗൾഫിൽ പോയി ജോലിയൊക്കെ ചെയ്ത് പൈസയാകുമ്പോൾ നല്ല വീടൊക്കെ വെച്ച് സ്ഥലം വാങ്ങിച്ച് നല്ല വീടുകളൊക്കെയും വെക്കാം. അങ്ങനെ അവർ തീരുമാനത്തിലെത്തി. ജോസുകുട്ടിക്ക് പോകാൻ വേണ്ടി ആ വസ്തു കൊടുത്തു. എന്നിട്ട് അവർക്ക് താമസിക്കാൻ വേണ്ടി തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു വീട് വാടകയ്ക്ക് എടുത്തു. അങ്ങനെ ജോസുകുട്ടി ഗൾഫിലേക്ക് പോയി. ജോസുകുട്ടി ഗൾഫിൽ ചെന്ന് ജോലിയായി, നല്ല ശമ്പളമൊക്കെയുണ്ട്. വർഷങ്ങൾ പിന്നെയും കടന്നു. ഇതിനോടകമായിട്ട് ജോസുകുട്ടിക്ക് വിവാഹം നടന്നു. വിവാഹം നടന്ന ജോസുകുട്ടി അല്പം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 25 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അതിനകത്ത് നല്ലൊരു വീട് വെച്ചു. അപ്പോൾ ഈ മത്തായി മാപ്പിളയും സാറാമ്മച്ചിയും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ജോസുകുട്ടി നല്ല വീട് വെച്ചത് ആ ജോസുയുടെ ഭാര്യയുടെ വീട്ടിൽ നിന്നുള്ള സഹായം കൂടി ചേർത്താണ്. അപ്പോൾ ജോസുയുടെ ഭാര്യ ആൻസിക്ക് ഒരു മനോഭാവമുണ്ട്. തൻ്റെ അപ്പൻ തന്ന സ്വത്ത് കൊണ്ടാണ് വീട് വെച്ചത് എന്നുള്ളതാണ് ഒരു ചിന്ത അവിടെ മനസ്സിനെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത പ്രാവശ്യം ജോസുകുട്ടി വീട്ടിൽ വന്നപ്പോൾ അപ്പനോടും അമ്മച്ചിയോടും പറഞ്ഞു, ഇനിയും നിങ്ങൾ ആ വാടക വീട്ടിൽ താമസിക്കേണ്ട, നമ്മുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറാമെന്ന്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, മോനെ അത് വേണ്ട, ആ വീട്ടിൽ നിങ്ങൾ താമസിക്കുക, ഞങ്ങൾ ഈ പഴയ വീട്ടിൽ താമസിക്കാം, നീ അതിൻ്റെ വാടകയും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ മകൻ പറഞ്ഞു, അതല്ല അപ്പച്ചനും അമ്മച്ചിയും വീട്ടിൽ വന്ന് താമസിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ നിർബന്ധത്താൽ അവർ ആ ജോസുയുടെ വീട്ടിലേക്ക് താമസം മാറി. ജോസുകുട്ടി വീണ്ടും ഗൾഫിലേക്ക് പോയി. എന്നാൽ അതിനോടകമായിട്ട് അപ്പച്ചനും അമ്മച്ചിയും വീട്ടിൽ ചെന്നതിന് ശേഷം ആൻസിക്ക് അത്ര രസമല്ലെന്നുള്ള വിവരം അവർക്ക് മനസ്സിലായി. കാരണം അവർ പഴയ മനുഷ്യരല്ലേ. പുതിയ വീട്ടിൽ അവർ താമസിക്കുന്നത് അവർക്ക് ആൻസിക്ക് അത്ര ഇഷ്ടമുള്ളതായിട്ട് തോന്നിയില്ല. പലപ്പോഴും ഈ കാര്യം മകനെ വിളിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ജോസുകുട്ടി ഗൾഫിലിരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പല പ്രാവശ്യം ഭാര്യയോട് പറഞ്ഞു, അപ്പച്ചനോടെയും അമ്മച്ചിയോടെയും നീ ആവശ്യമില്ലാത്ത രീതിയിൽ കൂടെ സംസാരിക്കുകയോ പരുഷമായിട്ട് പെരുമാറുകയൊന്നും ചെയ്യരുത്, അവർക്ക് ആവശ്യമുള്ളതൊക്കെ നീ കൊടുക്കണം, അവർക്ക് നേരത്തിനും കാലത്തിനും ആഹാരം കൊടുക്കണം. അപ്പച്ചനും അമ്മച്ചിയൊക്കെയും കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്, ഇപ്പോഴല്ലേ നമുക്ക് വലിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് എന്നെ വളർത്തിയ ആ ഭാഗം എനിക്ക് മറക്കാനൊക്കത്തില്ലെന്നൊക്കെയും ഭാര്യയെ വിളിച്ച് പറയും. ഇനിയും വർഷങ്ങൾ ചിലത് കടന്നു. ജോസുകുട്ടിക്കും ആൻസിക്കും 2 മക്കളുണ്ട്, ഒരാണും പെണ്ണും. എന്നാൽ ഈ മക്കൾ പോലും ഈ വല്യപ്പനോടെയും വല്യമ്മയോടെയും ഉരിയാടുന്നത് ആൻസിക്ക് ഇഷ്ടമല്ലായിരുന്നു. പലപ്പോഴും മക്കളെ അവർ വിലക്കുകയും ചെയ്യുമായിരുന്നു. അതൊക്കെയും ഈ അപ്പനും അമ്മയും അറിയാമായിരുന്നു. എന്നിട്ട് സഹിച്ച് തന്നെ അവരോട് കഴിഞ്ഞു. അങ്ങനെ ജോസുകുട്ടിയുടെ ഗൾഫിലെ ജോലിയൊക്കെ മതിയാക്കി ജോസുകുട്ടി നാട്ടിൽ വന്നിട്ട് ഇനി എന്തെങ്കിലും ബിസിനസ് പുതുതായിട്ട് തുടങ്ങുന്നതായ ചിന്തയിലാണ് ജോസുകുട്ടി നാട്ടിൽ വന്നത്. പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും വീട്ടിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ അടിക്കടിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻസിയുടെ ഭാഗത്തു നിന്ന് അപ്പച്ചനോടെയും അമ്മച്ചയോടുള്ള ആ മനോഭാവത്തിന് യാതൊരു മാറ്റവുമില്ല. കാരണം അവർ പറയുന്ന ഒരു കാര്യം, അവരെ ഇരിക്കുന്നു നോക്കുന്നില്ല, അവരുടെ വസ്ത്രധാരണം ശരിയല്ല, എപ്പോഴെപ്പോഴും അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നെക്കൊണ്ട് സാധിക്കുകയില്ല, അവരുടെ തുണി അലക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല. ഇങ്ങനെയൊക്കെ ഒത്തിരി പരാതികളാണ് ജോസുകുട്ടിയോട് ഭാര്യ പറഞ്ഞത്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അന്ന് പകല്
ആൻസിയും ആ അപ്പനും അമ്മയുമായിട്ട് അല്പം സംസാര ഈശോപാശകളൊക്കെ ഉണ്ടായി. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും ജോസൂട്ടി ഒന്നും മിണ്ടാതെ എവിടെ ഇരുന്നു. അപ്പന് വളരെ സങ്കടമായി. മകനെ എങ്ങനെ വളർത്തിയതാണ്, ഇത്ര കഷ്ടപ്പെട്ടാണ് മകനെ വളർത്തിയത്. ഇന്ന് ആ മകനും ഭാര്യയോട് ചേർന്ന് തങ്ങളോട് ഈ കാണിക്കുന്ന അവജ്ഞ അത് ഒരിക്കലും സഹിക്കാൻ വയ്യാത്തൊരു കാര്യമല്ല എന്ന് ഈ മാതാപിതാക്കൾ എപ്പോഴും തങ്ങൾ സംസാരിക്കും. അപ്പോൾ ഈ സാറാമ്മച്ചി പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കാം, അവർ സുഖമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെയും സാറാമ്മച്ചി അപ്പച്ചനോട് പറയും. അന്ന് സന്ധ്യയായപ്പോൾ വീണ്ടും വീട്ടിൽ അവരുമായിട്ട് പ്രശ്നങ്ങളും വഴക്കുകളും ഉണ്ടായി. ആ ആൻസി പറഞ്ഞു, എൻ്റെ അപ്പനോട് തന്ന വീടാണ്, ഇവിടുന്ന് ഇറങ്ങി എവിടെയെങ്കിലും പൊയ്ക്കോണമെന്ന് പറഞ്ഞു അവരെ അവഹേളിച്ചു. ഇവർ സിറ്റൗട്ടിൽ ഇരുന്നപ്പോൾ ഈ മരുമകൾ വന്ന് വാതിലിൻ്റെ കതക് അടച്ചു. പിന്നെ ആ കതക് തുറന്നില്ല. അപ്പച്ചനും അമ്മച്ചി അകത്ത് കേട്ട് ആൻസി പറഞ്ഞു ഒക്കത്തില്ലെന്ന് പറഞ്ഞു. രാത്രിയായി മത്തായി മാപ്പിളയും ഭാര്യ സാറാമ്മച്ചയും ഒരു തീരുമാനമെടുത്തു. ഇനിയും ഈ അവജ്ഞ സഹിച്ചുകൊണ്ട് ജീവിക്കാൻ വയ്യ, അതുകൊണ്ട് ഈ ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്. കീടനാശിനി കുടിച്ച് അവരുടെ ജീവിതം അവിടെ അവസാനിപ്പിച്ചു.